പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഫങ്ഷൻസ് ആണ് പഠിച്ചത്. ഈ ഫങ്ഷൻസ് പഠിക്കാനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു എക്സൽ വർക്ക്ഷീറ്റാണ് ഈ കാണുന്നത്. ഇതിനകത്ത് കുറേ ഫോർമാറ്റിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ മന്ത്ലി എക്സ്പെൻസ് എന്നുള്ള ഹെഡിങ് നമ്മളൊരു സെൻട്രൽ അലൈൻമെൻറ്റ് കൊടുത്ത് കുറേ സെൽസിനെ മെർജ് ചെയ്തിട്ട്, കുറേ കോളംസിനെ മെർജ് ചെയ്തിട്ടാണ് ഇതിനെ ഒരു അലൈൻമെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ ഈ വാല്യൂസിനെല്ലാം നമ്മൾ കറൻസി ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ നോർമലി ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഷീറ്റിൻ്റെ ഫോർമാറ്റിങ്സ് ഒന്നും ഇല്ലാത്ത ഒരു രൂപമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഷീറ്റിനെ ഫോർമാറ്റിങ്സ് എല്ലാം ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിവിടെ ഒരു ഷീറ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഇതിൻ്റെ ഹെഡിങ്ങിനെ നമുക്ക് മെർജ് ചെയ്തിട്ട് സെൻട്രൽ ചെയ്യണം. അപ്പോൾ ആദ്യം ഈ ഹെഡിങ് കൊടുത്തിട്ടുള്ള ഈ കോളംസ് എല്ലാം കൂടെ, അതായത് എച്ച് എന്നുള്ള കോളം വരെ സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ ഒരു മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, എ മുതൽ എച്ച് വരെ ഉണ്ടായിരുന്ന ഈ കോളംസ് എല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് ഒരു സിംഗിൾ സെല്ലാക്കി മാറ്റി. ദെൻ ആ സെല്ലിലെ സെൻറ്ററിലേക്ക് ആ ടെക്സ്റ്റിനെ അലൈൻ ചെയ്തു. അപ്പോൾ ഇതിനാണ് ഈ മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. അതുപോലെ ടെക്സ്റ്റിൻ്റെ സൈസൊക്കെ നമുക്ക് കൊടുക്കാം, സ്റ്റൈലെല്ലാം കൊടുക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഹെഡിങ് ആയി. ഇനി അതിൻ്റെ താഴെയുള്ള ഹെഡിങ്സ് എല്ലാം എന്താണ്, കുറച്ച് ബോൾഡാണ്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് ഈ ഹെഡിങ്സ് എല്ലാം സെലക്ട് ചെയ്യാം. ദെൻ അതിന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, സ്റ്റൈൽ കൊടുക്കാം, സൈസ് വേണമെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സൂം ചെയ്യാം. സൂം ചെയ്യാൻ വ്യൂ മെനുവിൽ സൂം എന്നുള്ള ഓപ്ഷനിൽ പോയാൽ ഇവിടെ കസ്റ്റം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഞാനിവിടെ ഒരു 150% എന്ന് കൊടുത്തു. അപ്പോൾ ഇത് കുറച്ച് സൂമായിട്ട് വരും. നമുക്ക് വേണമെങ്കിൽ കൂടുതൽ വലുതാവണമെങ്കിൽ 200% കൊടുത്താൽ കുറച്ചും കൂടി സൂമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഈ വാല്യൂസ് എല്ലാം കറൻസി ഫോർമാറ്റില്ല. കറൻസി ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 1000-ന് സെപ്പറേറ്റർ വന്നിട്ടുണ്ട് അല്ലേ. ഓരോ 1000-നും ഒരു കോമ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ അവസാനത്തിൽ 2 ഡെസിമൽ പോയിൻ്റ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഷീറ്റ് 1-ൽ വന്നു. ദെൻ ഈ 15,000 എന്നുള്ള ഈ ഒരു സെല്ല് നമ്മൾ സെലക്ട് ചെയ്തു. അതല്ലെങ്കിൽ നമുക്കിതെല്ലാം ഒന്നിച്ച് സെലക്ട് ചെയ്യാം. ഈ ഹോം ടാബിൽ ഒരു കോമ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കിട്ടും. ഈ കോമ സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 1000 സെപ്പറേറ്ററും അതുപോലെ ഡെസിമൽ പോയിൻ്റ് വരും. ഇത് കറൻസി ഫോർമാറ്റിംഗ് എന്നാണ് പറയുക. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു കറൻസി സിമ്പിൾ കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് സിമ്പിൾസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഈ ഒരു ഡോളർ സൈനിൽ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കറൻസി സിമ്പിൾസ് നമുക്കിവിടെ കാണാം. ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഓരോ വാല്യൂസിൻ്റെയും ബാക്കിലായിട്ട് ഒരു സിമ്പിൾ ആഡ് ആവും. അതുപോലെ ഏത് സിമ്പിളാണെന്ന് വെച്ചാൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ഈ മോർ അക്കൗണ്ടിങ് ഫോർമാറ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ പോയാൽ കൂടുതൽ സിമ്പിൾസ് നമുക്ക് ഇവിടെ കിട്ടും. ഇതിനകത്തുനിന്ന് ഏത് സിമ്പിൾ വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കറൻസി സിമ്പിൾ മാത്രമല്ല, കറൻസിൻ്റെ പേര് തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇപ്പോൾ INR എന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ, ഇപ്പോൾ I സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലിസ്റ്റിലേക്ക് പോകും. ഇവിടുന്ന് നമുക്ക് INR സെലക്ട് ചെയ്യാം. അതുപോലെ ദെൻ ഓക്കെ കൊടുത്താൽ എല്ലാറ്റിനും ആ ഒരു പേര് വരും. ദെൻ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സിമ്പിളാണെങ്കിൽ, ഇപ്പോൾ UAE ദിർഹംസ് ഒക്കെ ആണെങ്കിൽ AED എന്നായിരിക്കും അല്ലേ. അപ്പോൾ AED നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് ഇതിനെല്ലാം ഒന്നിച്ച് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫോർമാറ്റ് പെയിൻറ്റർ എടുത്താൽ ദെൻ ഇതിനെ ടോട്ടൽ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോർമാറ്റിലേക്ക് ഇതെല്ലാം നമുക്ക് മാറ്റാനായിട്ട് പറ്റും. നമ്മളെല്ലാറ്റിനും കൂടെ നമ്മൾ കറൻസി സിമ്പിൾസ് കൊടുക്കാറില്ല. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് വേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ മോർ അക്കൗണ്ടിങ് ഫോർമാറ്റ്സിൽ പോയാൽ ഇവിടെ കറൻസി സിമ്പിൾ നണ്ണ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള സിമ്പിൾ പോയി കിട്ടും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് ഫോർമാറ്റിംഗ് ഒരു സെല്ലിലെ ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ സെല്ലിൻ്റെ വാല്യൂസിൻ്റെ ഫോർമാറ്റിങ്സ് മാറ്റുന്നത്. ഇതിനകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് ഫോർമാറ്റിംഗ് ഉണ്ട്. നമുക്കിവിടെ നമ്പർ ഉണ്ട്, ജനറൽ ഉണ്ട്, അതുപോലെ ടൈം, ഡേറ്റ്, ടെക്സ്റ്റ് എല്ലാം ഉണ്ട്. അങ്ങനെ ഏത് ഫോർമാറ്റിംഗ് വേണേലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് കൂടുതൽ ഓപ്ഷൻസും കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.